ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കതിലേക്ക് വേണ്ടത് 1/4 കപ്പിനെക്കാട്ടിയും കുറച്ച് മേലായിട്ട് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പാലിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ലെവൽഡ് ആയിട്ടുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇവിടെ ഈ ഈസ്റ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാല് ഈസ്റ്റ് മിക്സ് ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നിങ്ങളുടെ ഇത് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് ഹാർഡാണ്, അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിലിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 1 കപ്പ് തന്നെ പാലെടുക്കുക കേട്ടോ, ഇളം ചൂടുള്ള. നമുക്കിതിനെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുത്ത് കുറേ നേരം ഇങ്ങനെ വെച്ച് കുഴക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഈ മാവ് നമുക്കിതിൽ പൊങ്ങാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സിൻ്റെ മാവ് 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്കിതിനെ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളയാം. ഇതിന് നമുക്ക് 2 or 3 പാർട്ടാക്കാം. നമുക്ക് പരത്തിയെടുക്കാനുള്ള ആ ഒരു സൗകര്യത്തിനുള്ളൊരു ഭാഗമാക്കിയിട്ട് എടുക്കാം. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെക്കാം കേട്ടോ. ഞാനിതിവിടെ 2 ഭാഗമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് മൈദമാവ് ഒന്ന് തൂക്കിയിട്ട് ഇതിനൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം കേട്ടോ അത് പരത്തിയെടുക്കാൻ. ഞാനിതാ ഇതിനെ ഈ ഒരു കനത്തിൽ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ടറോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും
റൗണ്ടുള്ള വക്കുള്ള റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു തൂക്കപാത്രം വെച്ചിട്ടാട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതാ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡോണട്ട്സ് ആക്കി മാറ്റണ്ട. അപ്പോൾ ഇതിൻ്റെ നടുക്ക നമുക്ക് ചെറിയൊരു ഹോൾ കൊടുക്കണം. അപ്പോൾ ഞാനിതാ നമ്മുടെ കേക്കിൻ്റെ ആ നോസിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൊന്ന് ഹോളാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനങ്ങ് മാറ്റി വെക്കാം. കുറച്ച് പൊടിയൊന്ന് തൂവിയിട്ട് നമുക്കിതിനൊന്ന് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എല്ലാതും പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ മാവുന്ന് 9 വലുത് ഒരു കുഞ്ഞതും കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് വേസ്റ്റ് അല്ല, അത് നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ എണ്ണൊക്കെ ഒന്ന് ചൂടാകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഹാർഡായി പോകും. അപ്പം നമ്മുടെ ഡോണറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാക്കട്ടെ. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായാലും നമുക്കതിലേക്ക് നമ്മുടെ ഡോണറ്റ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഡോണറ്റില്ലേ ചെറിയ തീയിലിട്ടിട്ട് ചെറിയ എണ്ണ ചെറിയ ചൂടിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം ഞാനിതാ എണ്ണ ചൂടാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ചെറുതൊന്നിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ എണ്ണയുടെ ചൂട് പാകത്തിന് തന്നെയാണ് കേട്ടോ. നമുക്കിതിലേക്ക് ഡോണറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ പരത്തിയിട്ടുള്ള ഡോണറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നും ചെയ്യണ്ട കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിനെ തിരിച്ചു വെച്ച് കൊടുത്താൽ മതി. ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗം ഇതുപോലത്തെ നല്ലൊരു കളറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാതും നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ ഒരു കളറാണ് കേട്ടോ ഡോണറ്റിന് വേണ്ടത്. അങ്ങനെ ഇതാ നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതാ ഈ ഒരു കളറിൽ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല സോഫ്റ്റ് ആട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റിൻ്റെ കണാശ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്നുമില്ല, കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ കുറച്ച് പാൽ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് ഉണ്ടല്ലോ ആ രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ച് എടുത്തതാണ് കേട്ടോ. നമുക്ക് ഷുഗർ ഗ്ലേസ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ. അപ്പം അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റ്സ് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്കിതാ നമ്മുടെ ഒരു ഡോണറ്റ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതിലൊന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നുകൊണ്ട് പ്രസ് ചെയ്യുക, എടുക്കുക. നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യുന്ന പണി റെഡി. ഇനി നമുക്ക് അടുത്തത് ഷുഗർ ഗ്ലേസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഷുഗർ ഗ്ലേസിൻ്റെ മുകളിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.